ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ നൈജീരിയൻ പൈനാപ്പിളിൻ്റെ വിളവെടുത്തത് കാണിച്ചിരുന്നു. ഇത് ഞാൻ മുറിക്കുന്നത് വീഡിയോയിൽ എടുക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനൊരു വെച്ചിട്ട് എനിക്കൊരു സ്റ്റിൽ എടുക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം കൂനി വലിപ്പം ഉണ്ടല്ലേ? കൂനി വലിപ്പല്ലേ? കൂനി വലിപ്പല്ലേ? ഈ ഒരു വട്ടമല്ലേ? കൂനി വലിപ്പം, നല്ല കൂനി വലിപ്പമുണ്ട്. പിന്നെ നല്ല ജ്യൂസാണ്, നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്, ഓവർ പഴുപ്പായി. പിന്നെ ഇതാണ് കണ്ടോ ഇതിൻ്റെ ചക്കര. ഇത് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ആഫ്രിക്കൻ ചെയ്തതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആഫ്രിക്കൻ്റെ അത്ര ഇല്ല, പുളിയുണ്ടല്ലേ? ആഫ്രിക്കൻ്റെ അത്ര ഇല്ല. മറ്റേ മുള്ളില്ലാത്തതിനേക്കാളും കുറച്ച് വെള്ളം വീണും, മുള്ളില്ലാത്തതിനേക്കാളും കുറച്ചും കൂടെ പിന്നിലാണ് ആഫ്രിക്കൻ. അതിൻ്റെയും പിന്നിലാണ് ഇത്. ജ്യൂസ് കൂടുതലാണ്. അതിൻ്റെ മറ്റേ കൂനിയില്ലേ? കൂനി നല്ല വലുപ്പല്ലേ? കൂനി വലിപ്പുണ്ട്, പുറന്തോട് കുറവാ, കനം കുറവാ. പുളിയുണ്ട്. പ്രിൻസ് ജേക്കബിൻ്റെ ഗ്രേസ് ഗാർഡനിൽ നല്ല പൈനാപ്പിൾ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ അല്ല